ഇതിനകത്ത് കേരള പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഈ സംഭവമുണ്ടായി കേരള പോലീസ് എത്തുന്നത് എപ്പോഴാണ്, ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്തുന്നത് എപ്പോഴാണ്? ഒരു തെരഞ്ഞെടുപ്പ് കാലയളവല്ലെന്ന് തന്നെ വിചാരിച്ചു. ഒരു ബോംബ് നിർമ്മാണം ഉണ്ടാകുകയല്ലേ. ബോംബ് നിർമ്മാണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്താൻ എത്ര മണിക്കൂറുകൾ എടുത്തു? അപ്പോൾ തെളിവുകളെല്ലാം തേച്ചു മാച്ച് കളയണം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളല്ലേ ഇതിനകത്ത് പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ പ്രവർത്തകനായ അമൽ ബാബു, ആ അമൽ ബാബുവിൻ്റെ പശ്ചാത്തലം മിത്തലക്കുന്ന് പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ കോൺഗ്രസിൻ്റെ ഓഫീസ് 4 തവണ ആക്രമിച്ച കേസിനകത്തെ പ്രതിയാണ് ഇയാൾ. ഈ ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന ആളും ആ കേസിനകത്തെ പ്രതിയാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ക്രിമിനൽ ഇൻവോൾവ്മെൻറ്റുകളും ക്രിമിനലായിട്ടുള്ള പശ്ചാത്തലങ്ങളുണ്ട്. ഇനി അമൽ ബാബുവിൻ്റെ മറ്റൊരു പശ്ചാത്തലം പറഞ്ഞുതരാം. ടി പി വധക്കേസിനകത്ത് അപ്പീല് പോയി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ജ്യോതി ബാബു. ആ ജ്യോതി ബാബുവിൻ്റെ സഹോദരപുത്രനാണ് ഈ അമൽ ബാബു. അപ്പോൾ ഈ വിഷയത്തിനകത്ത് മുൻപും ഈ കൊല്ലപ്പെട്ട ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടിസുനി അടക്കമുള്ള ആളുകളുമായും ഒക്കെയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീമതി കെ ശൈലജയുമായിട്ടുള്ള ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളും ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ലിങ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ CPM ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം അറിഞ്ഞിട്ട് അവരുടെ ഓർഡർ അനുസരിച്ചാണ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോംബ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കേരള പോലീസിൻ്റെ അന്വേഷണം കുറ്റമറ്റതാകും എന്ന് വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ മുള്ളാണിയും കുപ്പിച്ചിലിൻ്റെയും പിന്നാലെയാണ് കേരള പോലീസ്. എക്സ്പ്ലോസീവ് ഐറ്റംസ് എവിടെ നിന്ന് വന്നു എന്നതിനെപ്പറ്റി പരിശോധിക്കാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല. കാരണം അങ്ങനെ അന്വേഷണം പോയാൽ ഈ മുള്ളാണിയിലും കുപ്പിച്ചിലും മാത്രമാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ അത് പ്രാദേശികമായി തന്നെ ഒതുങ്ങി നിൽക്കും. എക്സ്പ്ലോസീവിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ ബോംബ് നിർമ്മിക്കപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും പുറത്തേക്ക് വരുമെന്നുള്ളതുകൊണ്ട് കേരള പോലീസ് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്, കൺഫൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ ബ്രിട്ടീഷുകാരുടെ ലാത്തിച്ചാർജിൽ കൊല്ലപ്പെട്ട ആളാണല്ലോ മരണപ്പെട്ട ആളെ ഞാൻ പരിഹസിക്കാനായിട്ട് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെ മരണപ്പെട്ടു എന്നുകൂടി നോക്കണ്ടേ. അയാൾ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആര് കൊല്ലപ്പെടുമായിരുന്നു? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറി അല്ല എന്നുള്ളൊരു വിവേകം ഇടയ്ക്കൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. ഇതല്ലാതെ DYFIക്കാരെ തള്ളിപ്പറഞ്ഞാലും ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയില്ല എന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. DYFIയെ തള്ളിപ്പറയാം. സത്യം പറഞ്ഞാൽ DYFIക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വലിയ സഹതാപമാണ്. പകലന്തിയോളം പണിയെടുക്കണം. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ തച്ചാൻ പോകണം, പോസ്റ്റർ ഒട്ടിക്കാൻ പോകണം, ചുവരെഴുതാൻ പോകണം, സ്ഥാനാർത്ഥിക്കുമ്പോൾ ബൈക്കുമായിട്ട് പോകണം, ഇടയ്ക്ക് വെച്ചിട്ട് ഗുണ്ടായിസം നടത്തണം. ഇതെല്ലാം കഴിയുമ്പോൾ ബോംബും ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും തള്ളിപ്പറച്ചിൽ മാത്രമാണ് പാർട്ടിയിൽ നിന്നുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാർ കൂടി DYFIയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ അടക്കമുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ വിവേകത്തോടു കൂടി ആലോചിക്കേണ്ട, പുനർവിചിന്തനം നടത്തേണ്ടുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് ശ്രീ MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയില്ല, സ്വന്തം ബഹുജന യുവജന സംഘടനയെ തള്ളിപ്പറയും എന്ന് പറയുമ്പോൾ നാട്ടിൽ പൊട്ടിത്തെറിക്കുന്ന ബോംബിൻ്റെ വില പോലും നിങ്ങൾക്കൊന്നും ആ പാർട്ടിയും പാർട്ടിയുടെ സെക്രട്ടറിയും തരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കിയത് നന്നായിരിക്കും. പോലീസിന്റെ FIR തന്നെ വളരെ കൃത്യമായിട്ടുണ്ടല്ലോ പടക്കം പൊട്ടിയതാണ്. ഇനിയിപ്പം നാട്ടിലേതെങ്കിലുമൊക്കെ ഈ ഒരുപാട് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ വെടിക്കെട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തത്തിന് നാളെ PK ഫിറോസിൻ്റെ തലയിൽ വരുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ അല്ല, അതിനകത്ത് നമ്മുടെ ചോദ്യം നമ്പർ 1, എന്തുകൊണ്ടാണ് എക്സ്പ്ലോസീവ് സൈഡിലേക്ക് പോലീസിന് അന്വേഷണം പോകാത്തത്? അതല്ലേ ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ടത്. കുപ്പിച്ചില്ല് പൊട്ടിച്ചെതറിയിട്ടല്ലല്ലോ, അല്ലെങ്കിൽ മുള്ളാണി പൊട്ടിച്ചെതറിയിട്ടല്ലല്ലോ ഈ കൊലപാതകവും മരണമൊക്കെ ഉണ്ടാകുന്നത്. എക്സ്പ്ലോസീവിലേക്ക് കേരള പോലീസിന് അന്വേഷണം പോകുന്നില്ല, 1. 2, ഇതിൻ്റെ പർപ്പസ്, ഇൻറ്റൻഷൻ. ഇപ്പോൾ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, ആ ഇൻറ്റൻഷൻ പാർട്ടിലേക്ക് കേരള പോലീസിന് അന്വേഷണം പോയതായിട്ട് നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല. ആ ഇൻറ്റൻഷൻ പാർട്ടി ചർച്ച ചെയ്യപ്പെടണ്ടേ, അത് അന്വേഷിക്കപ്പെടണ്ടേ? 3, ആ സ്ഥലത്തേക്ക് കേരള പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘം എത്തുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അവിടെയുള്ള മുഴുവൻ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് കേരള പോലീസ് ആ പ്രദേശത്തേക്ക് പോകുന്നത്. പിന്നെ കേരള പോലീസ് ഇപ്പം ഏതായാലും ഒരു അന്വേഷണ സംഘമല്ലേ, അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതായ ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരു തരത്തിലും ചെയ്യാൻ ഇപ്പോൾ ആ ബോംബ് തന്നെ ഇവിടെ നിന്ന് പൊട്ടിയതാണ്, തന്നെ സ്വയംഭൂവായി നിർമ്മിക്കപ്പെട്ടതാണെന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് കേരള പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഇത് ഒരു പാനൂരിലെ
ഒരു വാർഡിൽ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടുന്ന വിഷയമല്ലല്ലോ. ഇത് കേരളത്തിൽ എവിടെയൊക്കെ ഈ ബോംബിൻ്റെ പ്രയോജനം ഉണ്ടാക്കാനായിട്ട് ഇവർ ഉദ്ദേശിച്ചിരുന്നു. 8 ബോംബുകൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആ പർപ്പസിലേക്ക് പോകണമെങ്കിൽ ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. ഒരു അന്യസംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടിട്ടില്ലേ? ഒരു സാധുവ അന്യസംസ്ഥാന തൊഴിലാളി ആക്രി പറക്കാൻ പോകുന്നതിനിടയിൽ കൊല്ലപ്പെട്ടിട്ടില്ലേ ഇവരുടെ ഈ ബോംബ് നിർമ്മാണം കാരണം? ആ വിഷയത്തിനകത്ത് അന്വേഷണം പിന്നീട് എന്തായി? ആ വിഷയത്തിനകത്ത് അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയിട്ടുണ്ടോ? മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുബീഷിൻ്റെ കേസ്, ആ കേസിനകത്ത് അന്വേഷണം എന്തായി? അപ്പോൾ കേരള പോലീസ് തൽക്കാലം കണ്ണിൽ പൊടിയിടുന്നതിനപ്പുറം ഈ വിഷയത്തിൽ കേരളത്തിൽ ഈ ബോംബ് നിർമ്മിക്കാൻ പാടില്ല, അത് നമുക്ക് ഒരു തീരുമാനം എടുക്കണ്ടേ? തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തിനാ ബോംബ്? നമ്മൾ സാധാരണ ബോംബ് ആരുണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളത്? ബോംബ് ഉണ്ടാക്കുന്ന ഒന്നെങ്കിൽ സൈനികർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തകർക്കുവാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ. ഇതിനകത്ത് ഏത് ഗണത്തിലാണ് CPM പെടുത്തേണ്ടത്? ഒരു മറുപടി പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ ബോംബ് രാഷ്ട്രീയം അവസാനിക്കണമെങ്കിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. ഈ മനുഷ്യന്മാർ മരിക്കുന്നതിനകത്ത് പ്രാദേശികം, ദേശീയം, അന്തർദേശീയം അങ്ങനെയൊക്കെ ഉണ്ടോ? മനുഷ്യന്മാരെ കൊല്ലുന്നതിനകത്ത്, മരിക്കുന്നതിനകത്ത് ആരും കൊല്ലപ്പെടാൻ പാടില്ല, ആരെയും കൊല്ലാൻ ഒരുമ്പിട്ട് ഇറങ്ങുകയും ചെയ്യരുത് എന്നൊറ്റ നിലപാടിനപ്പുറം അതിനെയൊക്കെ നമ്മൾ പ്രാദേശികം എന്നല്ല, ഇതൊക്കെ മനുഷ്യത്വ വിരുദ്ധം എന്നൊറ്റ ടാഗേ പാടുള്ളൂ. അതല്ലാതെ വാർഡിലെ ബോംബാക്രമണം അല്ലെങ്കിൽ പഞ്ചായത്തിലെ ബോംബാക്രമണം അതൊക്കെ ഒരുമാതിരി ശ്രീമതി KK ശൈലജയുടെ ഭാഷ്യമാണ്. അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ്റെ ജീവൻ അത് ഏത് സ്ഥലത്തിൽ കൊല്ലപ്പെട്ടാലും അത് പ്രധാനപ്പെട്ടതാണ്, മനുഷ്യൻ്റെ ജീവൻ. ഉത്സവപ്പറമ്പിലെ അടിയാണ് ഈ സംഘർഷത്തിലേക്ക്, ഈ ബോംബ് നിർമ്മാണത്തിലേക്ക് എത്തിച്ചതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് FIR റിപ്പോർട്ട് വരില്ലല്ലോ. പോലീസിൻ്റെ FIR റിപ്പോർട്ടുണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നും വെച്ചിട്ടുള്ളതാണെങ്കിൽ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ഇനി പ്രാദേശികമായി ഉത്സവപ്പറമ്പിൽ ഒരു തർക്കത്തിൻ്റെ പേരിൽ ബോംബ് ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവരെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തെ മാനിച്ചുകൊണ്ട് ചോദിക്കട്ടെ. അതിന് താങ്കളുടെ ചോദ്യമാണ് യഥാർത്ഥ ഇൻറ്റൻഷൻ എന്ന് വിചാരിച്ചു ഒരു വാദത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഉത്സവപ്പറമ്പിൽ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്, ഉത്സവപ്പറമ്പിൽ ചെറിയ ചെറിയ തർക്കങ്ങളുണ്ടാകും, അത് പരിഹരിച്ച് തീർക്കും. ഉത്സവപ്പറമ്പിലെ തർക്കത്തിന് വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടി, എന്തൊരു പാർട്ടി അത്? എല്ലാ വിഷയത്തിലും ഈ പാർട്ടി പ്രതിരോധത്തിൽ പോകുന്ന വിഷയങ്ങൾ ഇവരെടുക്കുന്ന നിലപാടും പിന്നീട് തെളിഞ്ഞു വരുന്നിട്ടുള്ള സത്യവും നമ്മളുള്ള ഇത് പോലീസ് FIRൽ കിടക്കുകയല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഏത് UDF നേതാവിനെ അതാ പറയണ്ടേ? എന്തായാലും BJP ആയിട്ട് സഖ്യത്തിലാണല്ലോ. ഏത് UDF നേതാവിനെ ഉന്നം വെച്ചിട്ടാണ് ഈ ബോംബ് നിർമ്മിച്ചത്? പറയട്ടെ. ഇപ്പോഴും അവിടെ നിർമ്മിച്ചിടത്തുനിന്നിരുന്ന് പൊട്ടിയതുകൊണ്ടല്ലേ. ഇതല്ലെങ്കിൽ മൻസൂറിനെ കൊന്നതുപോലെ ഇലക്ഷൻ പോളിംഗ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുമായിരിക്കും. മൻസൂറിനെ കൊന്നത് എങ്ങനെയാണ്? ഇതുപോലെ CPM വളരെ സമാധാനത്തോടും ശാന്തിയോടും കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ ഫേസ് ചെയ്ത് ആ സമയത്ത് ആ തെരഞ്ഞെടുപ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പിണറായി വിജയനൊക്കെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ്. ജീവകാരുണ്യ പ്രവർത്തകനല്ല, ഞങ്ങളുടെ നാട്ടിലെ അമ്പലക്കുരങ്ങിന് കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് വരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളുടെ നാട്ടിലാണ് ഒരു ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞു കൊന്നത്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ഡേ വരെ അവർ വെച്ചതാണ്. ഇപ്പോൾ കയ്യിൽ നിന്ന് പൊട്ടിയതാണല്ലോ. ഇപ്പോൾ ബോധപൂർവമായിട്ട് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയതാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുമില്ല. ക്വാളിറ്റി ചെക്കിനല്ല, അബദ്ധം പറ്റിയാണ് ബോംബ് പൊട്ടിയത്. പക്ഷേ ആ പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുടെ നെഞ്ചത്തായിരുന്നത് പൊട്ടിക്കാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ മതി. ജയിക്കുന്നുറപ്പ് അവർ മാത്രം പറഞ്ഞാൽ മതിയോ? അവർ മാത്രം പറഞ്ഞാൽ പോരാല്ലോ ജയിക്കുമെന്നുറപ്പ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയായിരിക്കുമല്ലോ മത്സരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പിനിടയിൽ ഞങ്ങൾ തോറ്റു പോകുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥി പറയൂ? ഇപ്പോൾ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ചോദിക്കുക അല്ലേ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക? ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണല്ലോ പറയുന്നത്. അപ്പം ആ ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷേ ഈ തോറ്റാലും ജയിച്ചാൽ അതൊക്കെ പിന്നത്തെ വിഷയമാണല്ലോ. മനുഷ്യന്മാരെ കൊല്ലുന്ന പണി നിർത്തണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിൽ അവർ തോൽക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയിട്ട് ബോംബ് പൊട്ടിക്കുക, ആളെ കൊല്ലുക, ആ പണി നിർത്തണം. ഞങ്ങളുടെ കൺസേൺ അതാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ, അത് പിന്നത്തെ വിഷയം. മനുഷ്യന്മാരെ കൊല്ലുന്ന പണി ദയവ് ചെയ്ത് നിർത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ല, അവരുടെ നിയന്ത്രണത്തിലല്ല അതൊന്നും സംഭവിക്കത്തില്ല. റിട്ടാലിയേഷൻ ഇല്ല എന്നൊക്കെ ആരാ പറയുന്നത്? റിട്ടാലിയേഷൻ ഇല്ല, അറ്റാക്കുകളില്ല എന്നാരാ പറയുന്നത്? അറ്റാക്കുകളില്ല. ഇപ്പം RSSനോട് അവർക്ക് എന്തെങ്കിലുമൊക്കെ CMൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായിട്ടുള്ള കോംപ്രമൈസ് ടോക്കിന് ശേഷം RSS CPM തമ്മിൽ പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അത് വേറത്തെ വിഷയം. ഇപ്പം മൻസൂർ കോവിഡ് വന്നിട്ട് മരിച്ച ആളല്ലല്ലോ, കൊന്നതല്ലേ. ഞങ്ങളുടെ ഷുഹൈബിനെ കൊന്നതല്ലേ, ശരത്തിനെയും കൃപേഷിനെയും കൊന്നതല്ലേ, ഷുക്കൂറിനെ കൊന്നതല്ലേ. ഈ തൊട്ടടുത്ത കാലഘട്ടത്തിൽ അവരെ ഏതെങ്കിലും ഒരു അക്രമത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായ റിട്ടാലിയേഷനാണോ, റിയാക്ഷനാണോ, ആക്ഷനല്ലേ? അപ്പോൾ അതുകൊണ്ട് CPM RSSും തമ്മിൽ ആ വിഷയത്തിനകത്ത് എനിക്കും തർക്കമില്ല. CPM RSSും തമ്മിലുള്ള അറ്റാക്കും കൗണ്ടർ അറ്റാക്കും ഒക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അത് CMൻ്റെ മധ്യസ്ഥതയിലാണോ, CM ആണോ മോഡിയുടെ ആണോ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. അല്ലാതെ മനുഷ്യന്മാർ, സാധാരണ മനുഷ്യന്മാരോടുള്ള അവരുടെ അറ്റാക്കിനകത്തൊന്നും ഒരു പരിധി ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ ഈ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് മാത്രമല്ലേ പറയുന്നുള്ളൂ? ജീവച്ഛവമായി നടക്കുന്ന എത്ര ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഇപ്പോൾ സിദ്ധാർത്ഥനെ കൊന്നില്ലേ? ഇവരല്ലേ കൊന്നത്? ജീവച്ഛവമായിട്ട് ക്യാമ്പസുകളിൽ
പുറത്ത് ക്രൂരമായി മർദ്ദനം നടത്തുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ? ഞാൻ തന്നെ പങ്കെടുത്ത എത്രയോ പരിപാടികൾ അവർ ബോധപൂർവമായി സംഘർഷത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുകയല്ലേ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടുന്ന രീതിയിലാണോ? നാട്ടിലൊരു തീവ്രവാദ സംഘടന, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ലോകത്തിലെ ഏക തീവ്രവാദ സംഘടനയാണിവർ. അങ്ങനെ തന്നെ നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. അല്ലാതെ അവരെന്തോ ഞങ്ങളിപ്പോൾ ഒരു നല്ല നടപ്പ് വിധിക്കപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല. തെരഞ്ഞെടുപ്പായി എന്നൊന്നും അവർക്ക് പ്രശ്നമല്ല. ടി.പി. ചന്ദ്രശേഖരനെ കൊന്നില്ലേ, ചർച്ചയാകുന്നില്ല എന്ന് അവരല്ലേ പറയുന്നത്? കുഞ്ഞനന്തന് പിന്തുണ കൊടുത്ത അടക്കമുള്ള എതിർ സ്ഥാനാർത്ഥിയുടെ വരെ നിലപാടുകൾ അവിടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയാണ് ബോംബായി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.